ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലത്ത്, അദ്ദേഹം നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് എപ്പോഴും ഇദ്ദേഹത്തെ ഇങ്ങനെ ശ്രദ്ധിക്കും. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആള് സ്ഥലത്തില്ല. സുബ്ഹ് കഴിഞ്ഞാൽ ഖലീഫ എവിടേക്കോ പോകുന്നു. ഒന്ന് വർത്തമാനം പറയാൻ നോക്കുമ്പോ ആള് സ്ഥലത്തില്ല. എന്ത് ചെയ്യാനാ? ചിന്തിക്കണം നിങ്ങൾ. വിശ്വാസവും ആദർശവും ഒക്കെ ഒരൽപ്പം സ്ഥാനത്തേക്ക് ഞാനും നിങ്ങളും എത്തുമ്പോൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുള്ളത്. അവിടെ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവില്ല, ദീനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്ത് സംസ്കാരാണെങ്കിലും ശരി, അത് സ്വീകരിക്കാൻ തയ്യാറാകും. ഭരണീയരും ഭരണകർത്താക്കളും, ഞാൻ അതിലേക്ക് കടക്കുകയല്ല, സൂചിപ്പിക്കുന്നു മാത്രം. അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നാട് ഭരിച്ചിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നു. എവിടേക്കാണ് ഇദ്ദേഹം എല്ലാ ദിവസവും പോകുന്നത്? ഒന്ന് പിന്തുടർന്ന് നോക്കാം, ആളെ കണ്ടുകിട്ടിയാലോ. അങ്ങനെ പിന്നാലെ പോയി ഒരുപാട് സഞ്ചരിച്ചപ്പോഴുണ്ട് മദീനയുടെ ഒരു അതിർത്തിയിൽ ഒരു കൊച്ചു കുടിലിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കി, എങ്ങോട്ടാ അദ്ദേഹം പോകുന്നത്? ഒരു വീട്ടിലേക്കോ ഈ സമയത്തോ? എന്താ കാര്യം? കുറച്ചു കഴിഞ്ഞു, സൂര്യനൊക്കെ ഉദിച്ചു. അബൂബക്കർ തങ്ങൾ പിറകോട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങ് ചെന്നു ആ കുടിലിലേക്ക്, ഖൈമയിലേക്ക് അദ്ദേഹം ഇങ്ങനെ ചെന്നപ്പോഴോ ഫഇദാ ഹിയ ഇംറഅത്തുൻ അജൂസ, അവിടെയുണ്ട് വൃദ്ധയായ ഒരു പെണ്ണ്, വൃദ്ധയായ ഒരു വയോവൃദ്ധ, അമ്യാ, കണ്ണിന് കാഴ്ചയുമില്ല, അസീറ, വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന, ഒരു രക്ഷയുമില്ലാത്ത ഒരു പെണ്ണവിടെയുണ്ട്. ആ പെണ്ണിങ്ങനെ കട്ടിലിൽ കിടക്കുന്നു. വഇൻദഹാ തിഫ്ലാൻ, രണ്ട് കുട്ടികൾ ആ കട്ടിലിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചെന്നു, എന്നിട്ട് ചോദിച്ചു, സ്ത്രീ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ആ പെണ്ണ് കട്ടിലിൽ കിടന്നു പറയാൻ തുടങ്ങി, ഞാൻ ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, എനിക്ക് ഭർത്താവില്ല, പിതാവില്ല, ലാ ഇലലനാ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു അഭയവും ഞങ്ങൾക്കില്ല, ഒരാളും ഞങ്ങൾക്ക് സഹായിക്കാനില്ല. ഇവിടെ ഈ കുട്ടികളാണെങ്കിൽ അനാഥരാണ്, നോക്കാൻ ആരുമില്ല. ഇവിടെ ആരാ വന്നത്? നിന്റെ അടുക്കലേക്ക് വന്ന ആ വ്യക്തി ആരാണ്? എനിക്കറിയില്ല. ഈ പെണ്ണ് പറയാണ്, ആരാന്ന് എനിക്കറിയില്ല. എല്ലാ ദിവസവും ഈ സമയത്തെന്റെ അടുക്കൽ വരും, വന്നിട്ടെന്നെ പരിപാലിക്കും, എന്റെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കും, എന്റെ വീടടിച്ചു വാരും, എനിക്ക് ഭക്ഷണം ഒരുക്കിത്തരും, എനിക്ക് ഭക്ഷണം വിളമ്പിത്തരും, പകലിൽ കഴിക്കാനുള്ള ഭക്ഷണം അവിടെ ഒരുക്കി വെക്കും. എന്നിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ട് ആ മനുഷ്യൻ എന്നിൽ നിന്ന് പോവുകയും ചെയ്യും. ഫബകാ ഉമർ, അത് കേട്ടപ്പോ എങ്ങലടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. യാ ഖലീഫത്തുൽ മുസ്ലിമീൻ, നിങ്ങളുടെ ശേഷം ഖലീഫമാരായി വരുന്നവർക്കൊക്കെ വലിയ ക്ഷീണമാണല്ലോ ഖലീഫ അങ്ങ് ചെയ്തതെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുടെ ഭരണതലത്തിൽ മാറ്റം വരുത്തിയതാ. അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ചോദിപ്പിച്ചത്, അലസ്നാ അലൽ ഹഖ് യാ റസൂലല്ലാഹ്, നമ്മൾ സത്യത്തിന്റെ മേലിലല്ലേ നബിയേ? മുസ്ലിമായ ഉടനെ ചോദിച്ച ചോദ്യാണ്, നമ്മൾ ഈ പറയുന്നതൊക്കെ സത്യമല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ പറഞ്ഞു, വിശ്വസിച്ചു, ഈമാൻ ഉണ്ടായി, നമ്മൾ പറഞ്ഞത് സത്യമല്ലേ? അതേ ഉമറേ. പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് നബിയേ? ചാടി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ,
ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അത് ചൊല്ലിയിട്ട് കഅബ ശരീഫ് വരെ ദാറുൽ അർഖമിൽ നിന്ന് വലിയ ഒരു ജാഥ നടത്താൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് സാധ്യമാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു നമ്മുടെ മനസ്സിൽ ഈ വാക്ക് അങ്ങ് അടിയുറപ്പിച്ച് നൽകുമാറാകട്ടെ. ഇനി ഞാൻ പറയുന്നത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ആരാണ് എന്നതാണ് നമ്മുടെ ചിന്ത. ആരായിരിക്കും അത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ആദ്യമായിട്ട് മനുഷ്യരൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് വല്ലാത്തൊരു ചിന്തയാണ്. അഭിമാനിക്കണം നമ്മൾ. ഇത് ചെറിയ വാക്യമല്ല, ഇതൊരു സിമ്പിളായ കാര്യമല്ല. ഇത് നമുക്കിടയിലുള്ള വൈവിധ്യമാർന്ന വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്ന ആളുകൾ വിശ്വസിക്കുന്നത് പോലെയുള്ള ഒന്ന് അതല്ലേ അല്ല. അഭിമാനത്തോടെ അന്തസ്സോടെ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, മനസ്സിന്റെ ഉള്ളിൽ ഈ പ്രകാശമാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. ഇത് പറയുന്നത് ആരാണെന്നറിയാമോ? അല്ലാഹ്. അവൻ തന്നെയാണ്. അതല്ലേ? അതത്ഭുതമല്ലേ? ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് അല്ലാഹു തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. മുഴുവൻ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളും നേരിട്ടറിയാവുന്ന, അഖില ചരാചരങ്ങളെയും തുറന്ന് വീക്ഷിക്കുന്ന, ആകാശഭൂമികളിലെ യാതൊരവസ്ഥയും ഗോപ്യമായിട്ടില്ലാത്ത, ദൃഷ്ടിഗോപ്യമല്ലാത്ത അല്ലാഹുവിന്റെ സാക്ഷ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി അതിവിടെ മറ്റുള്ളവർ പറയണം. അതിനു വേണ്ടിയാണ് ഫഖലഖതുൽ ഖലായിഖ്. ചിന്തിക്കണം, അല്ലാഹു തആല ഈ ഖലായിഖിനെ പടച്ചിട്ടുള്ളത്, സൃഷ്ടിലോകത്തിന്റെ ലക്ഷ്യം എല്ലാവരും ഈ മുദ്രാവാക്യം മുഴക്കണം. അതാണ് വഹുവൽ ഹഫീദു ലനാ വലൈസ യഊദുഹു ഫി അർളിഹി ഹിഫ്ളുൻ വലാ ബിസമാഹു. അതിനാണ് അല്ലാഹു ഈ ആകാശഭൂമികളെ കാത്തു സൂക്ഷിക്കുന്നത്. മുഅ്മിനേ, അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഉറക്കാമീൻ പറയൂ. അല്ലാഹു അവനെ കുറിച്ചുള്ള ഹൃദയത്തിൽ അറിവ് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരാളെ കൂടുതൽ അറിഞ്ഞിട്ട് സ്നേഹിക്കുമ്പോഴാണല്ലോ ആ സ്നേഹം നമുക്ക് ഇങ്ങോട്ടും കിട്ടുക. സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ കിട്ടുമല്ലോ. മൻ തഖറബ ഇലയ്യ ബിതാഅതി. എനിക്ക് ആരെങ്കിലും വഴിപ്പെട്ടിട്ട് എന്നിലേക്ക് അടുത്താൽ തഖറബ്തു ഇലൈഹി ബിറഹ്മതി, എന്റെ കാരുണ്യം കൊണ്ട് ഞാൻ അവനിലേക്കും അടുക്കുമെന്ന് അല്ലാഹു പറയുന്നതായി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല എല്ലാറ്റിനും പടച്ചതും ഈ മുദ്രാവാക്യം പ്രഖ്യാപിക്കുവാനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവനല്ലാതെ ആർക്കാണത് അവകാശപ്പെടാൻ കഴിയുക? അവനാരാണ്? അല്ലദീ ഖലഖ്. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഒരു അഡ്രസ്. അല്ലാഹ് ആരാണെന്ന് ചോദിച്ചാൽ കുറെ മറുപടികളുണ്ട് നമുക്ക്. അല്ലാഹ് ആദ്യമായി ലോകത്തിന്റെ മുമ്പിൽ അവനെ പരിചയപ്പെടുത്തുന്നത് എന്താ? അല്ലദീ ഖലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതാണ് അല്ലദീ ഖലഖ്. സൃഷ്ടിച്ചവനാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹു തആല അൽ ഖാലിഖ്. അത് നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയോ? ഇല്ല. നാസ്തികന്മാരുണ്ട് ഇവിടെ, നിരീശ്വരവാദികളുണ്ട്. അവർക്കൊക്കെ അവരാണ്. വിഡ്ഢിത്തമല്ലേ അത്? വിഡ്ഢിത്തമല്ലാതെ മറ്റെന്താണത്? യുക്തി കൊണ്ട്
ഈ പ്രപഞ്ചത്തെ അളക്കുക. അവരുടെ ഹൃദയം കൊണ്ട്, അവരുടെ തലച്ചോറ് കൊണ്ട് ഇതിന്റെ സൃഷ്ടാവില്ല എന്ന് കണ്ടെത്തുക. അതല്ലാതെ മറ്റെന്താണ് വിഡ്ഢിത്തം? ഏതൊരാളും അവന്റെ ചിന്തയെ, അവന്റെ യുക്തിയെ നേർമാർഗത്തിലേക്ക് കൊണ്ടുപോയാൽ അവിടുന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് നമുക്ക് അല്ലാഹു തആല നൽകിയ ഈ അഭൗമമായ വാക്യം. അല്ലാഹ് തന്നെ പറയുന്നത് നോക്കൂ നിങ്ങൾ. സൂറത്തുൽ അൻആമിന്റെ 1-ാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹില്ലദീ. സൂറത്തുൽ അൻആം 1-ാമത്തെ വാക്ക്, 1-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള് വജഅലൽ ളുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചോ? അതിന്റെ തുടക്കം എന്താണ്? അൽഹംദുലില്ലാഹ് അല്ലേ? ആരാണ് ഈ അൽഹംദുലില്ലാഹ് പറയുന്നത്? അല്ലാഹ് തന്നെ പറയുകയാണ്. ഖുർആനിലെ 5 സൂറത്തുകളുടെ തുടക്കത്തിൽ അൽഹംദുലില്ലയുണ്ട്. ആ അൽഹംദുലില്ല കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ ഏറ്റവും പൂർണ്ണമായ എല്ലാ സ്തുതികളെയും ഉൾക്കൊള്ളിക്കുന്ന സൂറത്താണ് ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ. ഇനിയുണ്ട് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അങ്ങനെ ഒരുപാട് 5 സൂറത്തുകളുണ്ട്. അല്ലാഹ് ഇവിടെ പറയുന്ന ആ കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഹംദ് എന്ന് പറഞ്ഞാൽ ഒരാള് നല്ലൊരു കാര്യം ചെയ്താൽ അതിനുള്ള ഒരു പ്രശംസ നൽകലാണ് ഹംദ്. ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് അസ്സനാഉ ബിൽ ജമീൽ, ഏറ്റവും നല്ല ഒരു പ്രശംസ ഞാൻ നടത്തുക, അതാണ് ഹംദ്. നിങ്ങൾ ചിന്തിക്കണേ, ഇവിടെ അല്ലാഹു തആല അവനെ തന്നെ സ്തുതിച്ചിരിക്കുകയാണ്. എവിടെയൊക്കെ ഹംദ് പറയുന്നുണ്ടോ അവനെ തന്നെ സ്തുതിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? ആ സ്തുതിക്കർഹൻ അവനാണെന്ന് ലോകമേ നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. ആരാണവൻ? ലോകമേ നിങ്ങൾ പഠിക്കണം, മനുഷ്യരെ നിങ്ങൾ ഉൾക്കൊള്ളണം. ഖലഖസ് സമാവാതി വൽ അർള് അല്ലേ? നോബൽ സമ്മാനം കൊടുക്കാറുണ്ട്. ആർക്ക്? എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, അത് വലിയ കാര്യമാണ് നമുക്കൊക്കെ, അത് കണ്ടെത്തിയ ആളുകൾക്ക് എന്താ സമ്മാനം? അവർ ലോകത്ത് പ്രശസ്തരാകും, പ്രസിദ്ധരാകും. എന്തെങ്കിലും തിയറികൾ കണ്ടെത്തിയാൽ, സാഹിത്യരംഗത്ത് മികച്ചാൽ, ഇങ്ങനെ ലോകത്ത് നൽകുന്ന സമ്മാനം ചെറിയ നിസ്സാരമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ആ സമ്മാനം യഥാർത്ഥത്തിൽ മനുഷ്യർ നൽകേണ്ടത് ആർക്കാണ്? അതാണ് അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്. ഞാനത് പരാമർശിച്ചു പോകുന്നേ ഉള്ളൂ. ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു, വജഅലൽ ളുലുമാതി വന്നൂർ, ഇരുട്ടും പ്രകാശവും നൽകിയ അല്ലാഹു തആല. ഒരിടത്ത് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അല്ല മനുഷ്യരെ, നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് അഹങ്കാരികളായിട്ട് മാറുന്നത്? നിങ്ങൾ എങ്ങനെ ആരാധിക്കാതിരിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് വെളിച്ചം നൽകുന്നില്ല എന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? അല്ലാഹു ചോദിക്കുന്നുണ്ട്. അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ സമയം മുഴുവൻ രാവാകണം എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു, എന്തെങ്കിലും ചെയ്യാൻ കഴിയും? നിങ്ങൾക്കിനി മുഴുവൻ പകലാകണമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നിങ്ങളെ രക്ഷിക്കാൻ അല്ലാഹുവായി എനിക്കല്ലാതെ കഴിയോ? മുഅ്മിനേ, നിങ്ങൾ ആലോചിക്കുക. അല്ലാഹു ഓരോന്നിനും ആവശ്യാനുസരണം. വല്ലൈലി ഇദാ അസ്അസ്, രാത്രി ഇങ്ങനെ പിൻവാങ്ങും, അത് കഴിയുമ്പോ വസ്സുബ്ഹി ഇദാ തനഫസ്, പ്രഭാതം പതുക്കെ ഇങ്ങനെ ശ്വാസോച്ഛ്വാസം നടത്തി ഇങ്ങനെ മുന്നോട്ട് വരും. അത്ഭുതങ്ങൾ ആ അല്ലാഹുവാണ്. അൽഹംദുലില്ലാഹ്. അതുമാത്രമല്ല,
ഖുർആനിലുള്ള ഹംദുകൾ പല പ്രവാചകന്മാരുടെയും ഹംദുകൾ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെയും അതുപോലെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ സ്തുതിച്ചു പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് എന്ന് പറഞ്ഞാൽ നമുക്ക് മക്കളെ നൽകുന്നത്